Hello my dear friends, welcome to my YouTube channel. Haru and Tanu. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കക്കയിറച്ചി ഫ്രൈ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ കക്കയിറച്ചി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് കളഞ്ഞിട്ട് നമുക്ക് കക്കയിറച്ചി ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതുപോലെ കറുത്ത നിറത്തിലുള്ള വേസ്റ്റ് ഉണ്ടാകും. ഇതുപോലെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ക്ലീൻ ആയിട്ടുള്ള കക്കയിറച്ചിയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണിത്. രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ കഴുകുന്നുണ്ട്. അതുപോലെ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ കക്കയിറച്ചി ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. കണ്ടോ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇത് കണ്ടോ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അധികം നേരമൊന്നും വയ്ക്കേണ്ട വന്നില്ല കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഒക്കെ ലോ ഫ്ലെയിമിൽ വച്ചപ്പോഴേക്കും ഇത് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കക്കയിറച്ചി ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അത് ചതച്ചാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 10 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 4 പച്ചമുളക് അതുകൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു വാസന വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 2 സവാള നീളത്തിൽ മുറിച്ചതുണ്ട്, അത് നമുക്ക് ചേർക്കാം. സവാള ഒരു ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കക്ക വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ സവാള നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി നമ്മളിവിടെ 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ നേരത്തെ കക്ക വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചത്.
ഇങ്ങനെ നമുക്ക് സവാളയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടണം. നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വലിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നന്നായിട്ട് വലിച്ചെടുക്കാം. കക്കിറച്ചി ഇതുപോലെ ഒരു പൊട്ടണ സൗണ്ട് കേൾക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ വലിഞ്ഞു വരുന്ന സമയത്ത് ഒരു പൊട്ടണ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കക്കിറച്ചി നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.